തന്റെ ജന്മം മുഴുവൻ കൃഷ്ണനെ ഭജിച്ച് ജീവിച്ച മീരഭായിയുടെ കഥ അറിയാമോ? ജോധ്പൂരിലെ രാജാവായ രാത്തൂർ രതൻ സിംഗിന്റെ ഏകപുത്രിയായി മീരാഭായി ജനിച്ചു. 16-ാം നൂറ്റാണ്ടിലായിരുന്നു മീരാഭായിയുടെ ജനനം. ഒരിക്കൽ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മീര ഒരു വിവാഹ ഘോഷയാത്ര കാണാൻ ഇടയായി. അപ്പോൾ അവൾ അമ്മയോട് അതെന്താണെന്ന് ചോദിച്ചു. അത് വിവാഹ ഘോഷയാത്രയാണെന്നും വരൻ വിവാഹത്തിനായി എത്തിച്ചേരുന്നതാണെന്നും അറിയിച്ചു. അപ്പോൾ മീര ചോദിച്ചു തന്റെ വരൻ ആരാണെന്ന്. മാതാവ് അവളെ സമാധാനിപ്പിക്കാനായി അടുത്തുകണ്ട കൃഷ്ണവിഗ്രഹത്തെ ചൂണ്ടിപ്പറഞ്ഞു. ഈ കൃഷ്ണനാണ് നിന്റെ വരൻ. അപ്പോൾ മുതൽ മീര കൃഷ്ണനെ ആരാധിക്കാൻ തുടങ്ങി. കുറച്ചുനാളുകൾക്ക് ശേഷം മീരയുടെ മാതാവ് മരണപ്പെട്ടു. മീര ഒറ്റപ്പെട്ടു. അവൾ സദാസമയവും കൃഷ്ണവിഗ്രഹത്തോടൊപ്പം ചെലവഴിച്ചു. മീര വളർന്നു വലുതായി. വിവാഹപ്രായമായപ്പോൾ പിതാവ് അവളെ ഉദയപൂർ രാജാവ് ഭോജ് രാജുമായി വിവാഹം നടത്തി. അങ്ങനെ 2 രാജകുടുംബങ്ങൾ ഒന്നായി. പക്ഷേ മീരാഭായിക്ക് ഈ വിവാഹത്തിൽ സന്തുഷ്ടിയായിരുന്നില്ല. അവൾ വരന്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായപ്പോൾ ഒപ്പം കൃഷ്ണവിഗ്രഹവും കയ്യിൽ കരുതി. മീരയുടെ ഭർത്താവ് ഭോജ് രാജ് അവളോട് എന്തിനാണ് ഉദാസീന ആയിരിക്കുന്നത് എന്ന് ചോദിച്ചു. നിനക്ക് ഈ വിവാഹം ഇഷ്ടമായിരുന്നില്ലേ എന്ന് ആരാഞ്ഞപ്പോൾ മീര പറഞ്ഞു, എന്റെ വിവാഹം വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ കൃഷ്ണനുമായി കഴിഞ്ഞുപോയി. എന്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ കൃഷ്ണ ഭഗവാനാണ്. അദ്ദേഹത്തിന് സമനായി മറ്റാരെയും കാണാൻ എനിക്ക് സാധ്യമല്ല. ഇത് കേട്ട് രാജാവിന് മനസ്സിലായി മീര കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും ഭർത്താവായി അംഗീകരിക്കില്ല എന്ന്. ഭോജ് രാജ് കോപത്തോടെ മുറിവിട്ടുപോയി. മീര മുഴുവൻ സമയവും കൃഷ്ണവിഗ്രഹത്തെ ആരാധിച്ചു ജീവിച്ചു. കാലം കടന്നുപോയി. 25 വർഷങ്ങൾക്ക് ശേഷം ഭോജരാജ് മരണപ്പെട്ടു. അക്കാലത്ത് സതി എന്ന ദുരാചാരം നിലവിലുണ്ടായിരുന്നു. ഭർത്താവ് മരണപ്പെട്ടാൽ ആ ചിതയിൽ ചാടി ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു സതി. മീര രാജസദസ്സിലേക്ക് വിളിക്കപ്പെട്ടു. ഭോജ് രാജാവിന്റെ ചിതയിൽ ചാടി സതി ആചരിക്കണമെന്ന് മീരയോട് രാജകുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ഭർത്താവ് ശ്രീകൃഷ്ണൻ മാത്രമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കൃഷ്ണമന്ദിരത്തിലേക്ക് പോയി. ഇതുകണ്ട് രാജകുടുംബാംഗങ്ങൾ കോപിഷ്ഠരായി. അവളെ അർദ്ധരാത്രിയിൽ നദിയിലേക്ക് എറിയാൻ അവർ സൈനികരോട് കൽപ്പിച്ചു. അതിനായി അവളെ കൊണ്ടുപോകുന്ന സമയത്ത് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് മരണത്തിലേക്ക് അയക്കാൻ രാജാവ് ഉത്തരവിട്ടു. മീര സർവവും കൃഷ്ണനിൽ അർപ്പിച്ച് ജീവിക്കുന്നവളായിരുന്നു. അതിനാൽ അവൾ ഒന്നിനെയും ഭയപ്പെട്ടില്ല. കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് അവൾ സർപ്പദം ഏൽക്കാനായി തയ്യാറായി. എന്നാൽ പാമ്പിനെ അടച്ചുവെച്ചിരുന്ന കൂട തുറന്നപ്പോൾ അവർക്ക് കണ്ടത് അതിൽ പാമ്പിന്റെ സ്ഥാനത്ത് ഒരു വൈരമാലയായിരുന്നു. അവർ ഇത് രാജാവിനെ അറിയിച്ചു. രാജാവ് അവളെ കൊല്ലാൻ മറ്റൊരു പദ്ധതിയിട്ടു. കൃഷ്ണപ്രസാദം എന്ന പേരിൽ അവൾക്ക് പായസത്തിൽ വിഷം കലർത്തി നൽകാൻ തീരുമാനിച്ചു. അത് കഴിച്ച ശേഷവും മീരയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ രാജാവും മറ്റു കുടുംബങ്ങളും മീരയെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവസാനം മീര ആ കൊട്ടാരം വിട്ടിറങ്ങി ദ്വാരകാപുരിയിലേക്ക് യാത്രയായി. അവിടുത്തെ ജനങ്ങൾ മീരയെ പൂർണ്ണ മനസ്സോടുകൂടി സ്വാഗതം ചെയ്തു. അവിടെ കൃഷ്ണക്ഷേത്രത്തിൽ കൃഷ്ണഭജനം ചെയ്ത് മീര കാലം കഴിച്ചു. ഒരിക്കൽ കൃഷ്ണനെക്കുറിച്ചുള്ള ഒരു കീർത്തനം ആലപിച്ചുകൊണ്ടിരിക്കെ മീരാഭായി തളർന്നു വീണു. അങ്ങനെ അവർ തന്റെ ജീവൻ കൃഷ്ണപാദങ്ങളിൽ അർപ്പിച്ചു.